നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായം. അതിൽ 6-ാമത്തെ ശ്ലോകം 4-ാമത്തെ ഭാഗമായിട്ട് പറയണു. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. ഇപ്പോൾ ഇവിടെ അവതാരങ്ങളെക്കുറിച്ചാണ് പറയണത്. ആദ്യം 16 കലകളോട് കൂടിയിട്ട് ഭഗവാൻ നാരായണൻ അനന്തപത്മനാഭൻ വന്നു എന്ന് പറഞ്ഞു. ഈ ജഗത്തിൽ കാണുന്ന എല്ലാ നാനാത്വവും ത്രിഗുണത്തോടു കൂടിയിട്ട് ഭഗവാൻ അതിൽ ചൈതന്യം ചേർത്ത് ദേവ തിര്യക്ക് അതേപോലെ മർത്യഭാവത്തിൽ പലതായിട്ട് ഭഗവാൻ ശോഭിച്ചു. വിരാട്ടായിട്ട്, വിശ്വനായിട്ട്, തൈജസനായിട്ട്, അതേപോലെ സ്വരാട്ട് ആയിട്ട് ആ ഭഗവാൻ തൻ്റെ ഈ സതുദ്ദേശങ്ങൾ തുടക്കത്തിൽ ഒരിക്കലും നശിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള വേദം എന്നും ഈ ബ്രഹ്മാണ്ടത്തിൽ ഉണ്ടാവട്ടെ, തപസ് എന്നും ഉണ്ടാവട്ടെ എന്ന് കണക്കാക്കിയിട്ട് സനകാദി മഹർഷിമാരായിട്ട് വന്നു എന്നാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗം ആസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. സ ദേവ ഏവ, അതേ ദേവൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബ്രഹ്മം അല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാവമാണ് ഇത് എന്ന് ആചാര്യമതം. നാരായണൻ പോലും അതിൻ്റെ താഴെയാണ്, ബ്രഹ്മത്തിൻ്റെ താഴെയാണ്. നമ്മളങ്ങനെ പറയാൻ പാടില്ല, കാരണം അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ ശബ്ദബ്രഹ്മം, ഓങ്കാരം, അങ്ങനെ ഒരു ഭാവത്തിലാണ് എന്ന് സാരം. അതാണ്. അപ്പോൾ അവിടെ ആ ദേവൻ തന്നെയാണ് പ്രഥമം, ആദ്യമായിട്ട് കൗമാരം സർഗം, കുമാരൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗർഭാവസ്ഥയിൽ ഒന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്ന ആ ശിശു ഭാവം രണ്ടാമത്തെ, പിന്നെ അത് ബാലനായി, ഈ കുമാരനായി, പൗഗണ്ഡനായി. പൗഗണ്ഡൻ കഴിഞ്ഞിട്ട് വേണം കൗമാരൻ. അപ്പം 5 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള ഭാവം എന്ന് വേണമെച്ചാൽ പറയാം. അല്ലെങ്കിൽ അത് പൗഗണ്ഡം, അത് കഴിഞ്ഞിട്ട് കൗമാരം, അങ്ങനെയുണ്ട്. അപ്പോൾ 6 വയസ്സിന് ശേഷം. പക്ഷെ നമ്മൾ 5 വയസ്സെന്നേ പറയാറുള്ളൂ. അപ്പോൾ അവിടെ എന്തോ ഒരു, അത് സാരില്ല. ഏതായാലും പൗഗണ്ഡൻ എന്നുള്ള ഒരവസ്ഥ കഴിഞ്ഞിട്ടാണ് കുമാരൻ എന്നാണ് പറയാറ്. അപ്പോൾ എന്നാൽ കുമാരഭാവത്തിലാണ് ഭഗവാൻ ആദ്യം ഉണ്ടായത്. അതെങ്ങനെ? ആ കുമാരം സർഗം ആസ്ഥിത, ഈ കൗമാരത്തെ സൃഷ്ടിയിൽ ഒരു പ്രത്യേക രീതിയിൽ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് നിത്യ കൗമാരഭാവം, നിത്യ യൗവനഭാവം. അത് കഴിഞ്ഞാൽ യൗവനാണ്. കുമാരൻ കഴിഞ്ഞാൽ പിന്നെ യുവാവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മധ്യവയസ്കനാണ്. അപ്പോൾ ഈ യുവാവായിരിക്കുമ്പോഴാണ് വിവാഹമൊക്കെ നടക്കുക. അപ്പം അങ്ങനെ കൗമാര സർഗം, അങ്ങനെ ഈ കുമാരൻ എന്നുള്ള ആ പ്രായത്തെ സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെ ആസ്ഥിത സ്വീകരിച്ചു. ബ്രഹ്മ അവിടെ ബ്രാഹ്മണനായിട്ട് എന്നാണ്. ബ്രഹ്മത്തിലേക്ക് ചരിക്കാൻ വേണ്ട എന്തൊക്കെ ജ്ഞാനമാണോ, ക്രിയയാണോ, നിയമമാണോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് വേദപ്രകാരം ആ തപസ്സിനെ അത് ചെയ്തുകൊണ്ടിരിക്കുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കണമുണ്ട്. അങ്ങനെ ഒരു ഭാവം. അതുകൊണ്ട് ബ്രഹ്മ, ആ ബ്രാഹ്മണനായിട്ട് അഖണ്ഡിതം, ഒരു കാരണവശാലും ഖണ്ഡിക്കപ്പെടാൻ പാടില്ല. ഖണ്ഡിക്കുക, മുറിക്കുക, ഛേദിക്കുക, വിത്തൗട്ട് ബ്രേക്ക്, അജസ്രം, മുടക്കമില്ലാതെ കണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുശ്ചരം തപ, വളരെ വിഷമ പിടിച്ചതായിട്ടുള്ള കൃച്ഛ്ര തപസ്സാണ്. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അത്രയും അതികഠിനമായിട്ടുള്ള തപസ്സിനെ ഒരു അണുവിട തെറ്റാതെ കണ്ട് തപസ് ചെയ്യുക, നമ്മളൊന്നും കൂട്ടിയേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ദുശ്ചരം തപഹ എന്ത് ചെയ്തു? ബ്രഹ്മചര്യം ആയിട്ട് ചചാര, നൈഷ്ഠിക ബ്രഹ്മചര്യമായിട്ട് ചെയ്തു എന്നാണ്. ഇപ്പോൾ സനകാദികൾക്ക്, ശ്രീശുക ബ്രഹ്മർഷികൾക്ക് ഒക്കെ തുല്യത. ശ്രീശുക ബ്രഹ്മർഷിക്ക് കുറച്ചുകൂടി കൂടുതലുണ്ടെന്നാണ് പറയാം. എന്നാലും കൃഷ്ണൻ നൈഷ്ഠിക ബ്രഹ്മചാര്യ, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാര്യ,
ശ്രീകൃഷ്ണൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഭഗവാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്, മറ്റേ കാമുകന്മാരായിട്ട് ഈ വൃന്ദാവനത്തിലെ ലീലയുണ്ട്. അതൊന്നും കൃഷ്ണനെ ബാധിച്ചിട്ടില്ല. കൃഷ്ണൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അത് വളരെയധികം നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ അതൊക്കെ പറയാൻ തന്നെ പറ്റൂ. പാഞ്ചാലിയുടെ പിന്നാലെ നടക്കണ കൃഷ്ണൻ എന്നൊക്കെ പറയണ ഒരു വിവരമില്ലാത്ത അജ്ഞാനികൾ കൂടി ഉണ്ട് എന്ന് സാരം. പാഞ്ചാലി കാളിയാണ്, കാളി സംഹാരകാരകയാണ്. ഇപ്പോൾ സത്യവതിയും പാഞ്ചാലിയും കൃഷ്ണനും കൂടിയിട്ടാണ് ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കലികാലം തുടങ്ങുന്നതിന് മുന്നേയായിട്ട് നിശ്ചയിച്ചത്. അപ്പോൾ അതിൻ്റെ ലീലകളൊക്കെ ഭഗവാൻ കാണിച്ചു എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. അതിനെ മനസ്സിലാക്കാതെ കൊണ്ട് കൃഷ്ണനെ അറിയാൻ വളരെ പ്രയാസമാണ്. കൃഷ്ണനെ അറിയാന്നുള്ളത് വളരെ പ്രയാസമാണ്. കൃഷ്ണനെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം, അങ്ങനെയാണ്. അപ്പോൾ ആ കൃഷ്ണനെ നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, ഈ ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം. അപ്പോൾ സനകാദികൾ, ശ്രീ ശുകബ്രഹ്മ മഹർഷി, നിമി നവയോഗി നവയോഗികൾ, അപ്പോൾ അവർ അങ്ങനെയാണ്. ഒരു നവയോഗികൾ വളരെയധികം ഋഷഭദേവൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ അങ്ങനെ ചില ഗ്രൂപ്പുകളുണ്ട്. ചില ആളുകൾ അത്യധികം ഈ ബ്രഹ്മചര്യത്തെ, ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ക്രിയകളെ ചെയ്യിച്ചു. ഇത് രണ്ടും ഉണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്. അപ്പം അങ്ങനെ ചചാര, അത് ആചരിക്കുകയും ചെയ്തു എന്ന് സാരം. സ്വയമേവ ആചരിച്ചു, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു, മാതൃകയാക്കി എന്ന് സാരം. അതാണ്. അപ്പോൾ ആദ്യത്തെ അവതാരം സനകാദി മഹർഷിമാരാണ്. ഈ സനകാദി മഹർഷിമാർ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അപ്പോൾ അവരുടേതായിട്ടുള്ള ഈ ഭാവങ്ങൾ അവർ ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടവർ. അതേപോലെ എപ്പോഴും ബ്രാഹ്മണരായിട്ടാണല്ലോ, എതിർച്ഛാ ലാഭതുഷ്ടി, അതേപോലെ തന്നെ എപ്പോഴും പ്രസന്നവദനരാണ്. അങ്ങനെയുള്ള ഒരുപാട് ഈ ബ്രാഹ്മണരുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ട്. അതേപോലെ നാശം എന്നുള്ളത് അവർക്കില്ല. പിന്നെ നിത്യം ഈ കൗമാരഭാവം, 5 വയസ്സോ 6 വയസ്സോ എന്താ ആയിക്കോട്ടെ, ആ ഒരു ഭാവമാണെങ്കിൽ അത് ജ്ഞാനവൃദ്ധിയോട് കൂടിയിട്ടാണ്. അവർക്ക് ഒരേ ഒരു വളർച്ചയേ ഉള്ളൂ. ഇനി വളരാൻ ഉണ്ടായിട്ടല്ല എങ്കിലും ജ്ഞാനം മാത്രം, അത് മാക്സിമം ആവുക അങ്ങനെയില്ല. ബ്രഹ്മം എന്നുള്ളത് മാക്സിമം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവർ സകലസ്വരൂപമായതുകൊണ്ട് ജ്ഞാനം മാത്രമേ അവരിൽ വർദ്ധിക്കുന്നുള്ളൂ, ബാക്കി ഒന്നും വർദ്ധിക്കുന്നില്ല. അവരെ വിളിക്കുക തന്നെ ജ്ഞാനവൃദ്ധന്മാരായിട്ടുള്ള സനകാദികൾ, ഒരിക്കലും നശിക്കാത്തവർ എന്നാണ്. ആരാ ബ്രാഹ്മണൻ? സനകാദികളെ കാണിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു തപസ്സിൻ്റെ മാക്സിമത്തിൽ നരനാരായണന്മാർ, അവരും അതിലവിടെ. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. നമുക്ക് തെരഞ്ഞു പിടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഋഷ്യശൃംഗൻ അങ്ങനെ ആവാൻ തുടങ്ങി, പക്ഷെ അത് നടന്നില്ല. അവിടെ ഒരു തടസ്സം വന്നു. അതാണ്. അതും വരാം നമുക്ക്, എപ്പോൾ വെച്ചാൽ സംഭവിക്കാം. സ ഏവ പ്രഥമം ദേവ, അതേ ഭഗവാൻ തന്നെയാണ് ആദ്യത്തെ ദേവനായിട്ട് ഇപ്രകാരത്തിൽ അവതാരം ചെയ്തത്. എങ്ങനെയാണ്? കൗമാരം സർഗമാസിത, ഈ കുമാര പദവിയെ സൃഷ്ടിയിൽ സ്വീകരിച്ചുകൊണ്ട് വന്നു. ചചാര, ആചരിച്ചു. എന്ത്? ദുശ്ചരം, വളരെ പ്രയാസമായിട്ടുള്ള കൃച്ഛ്രമായിട്ടുള്ള തപസ്സിനെ ബ്രഹ്മ, ആ ബ്രാഹ്മണൻ എന്നർത്ഥത്തിൽ ബ്രഹ്മചര്യം. അപ്പോൾ ബ്രഹ്മചര്യം എന്നുള്ളത് ബ്രഹ്മത്തിലേക്ക് എത്തുവാൻ വേണ്ട പ്രവൃത്തികളെ. ഇപ്പോൾ ഇവിടെ സാധാരണ എന്താ പറയുക, കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നാ. അത് അതിൻ്റെ ഒരു വശം മാത്രമാണ്. ബാക്കി അനവധി കാര്യങ്ങൾ അത്യധികമായിട്ട് അതിലുണ്ട്. അതറിഞ്ഞാലേ ഈ കല്യാണാദി കാര്യങ്ങളൊക്കെ തുച്ഛമാണ് എന്ന് മനസ്സിലാവുള്ളൂ. അത് വളരെ നിസ്സാരമാണ്. പക്ഷേ നമുക്ക് അതുപോലും പറ്റാത്തതുകൊണ്ട് അതിനെ മാക്സിമം ആയിട്ട് പറഞ്ഞു. അതാണ് കലികാലത്തിൽ വളരെയധികം ജിഹ്വാപസ്ഥ ജയലില്ലോ ആർക്കും. അപ്പോൾ അത് അഖണ്ഡിതമായിട്ടുള്ള ബ്രഹ്മചര്യത്തെ അവർ ആചരിച്ചു, ബ്രഹ്മത്തിലേക്ക് എത്തുവാൻ വേണ്ട ആ ചര്യയെ. അതുകൊണ്ടാണ് ഹരിശരണം എന്ന് അവരെപ്പോഴും പറയുക. അവർക്ക് വൈകുണ്ഠത്തിലായാലും മണിദൈവത്തിലായാലും കൈലാസത്തിലായാലും സത്യലോകത്തിലായാലും എപ്പോഴും ഓടിച്ചല്ല, ആരും തടയില്ല. കുട്ടികളെ എങ്ങനെയാണ് ഈ 5 വയസ്സെന്ന് പറയാനുള്ള കാരണം തന്നെ അങ്ങനെയാണ്. 5 വയസ്സ് വരെയുള്ള ഭാവം ഈശ്വരഭാവ.
അപ്പോൾ ആ ഈശ്വരഭാവത്തിലുള്ളവർക്ക് എവിടെ ഈശ്വരമുള്ള വെച്ചാൽ അവിടെ ചെല്ലാൻ ഒരു പ്രയാസമില്ല, തടസ്സം വരില്ല അവർക്ക്. അപ്പോൾ അവരെ തടഞ്ഞു ജയവിജയന്മാർ. അതുകൊണ്ടാണ് 3 ജന്മം ഈ രാക്ഷസന്മാരായിട്ടും അസുരന്മാരായിട്ടും മർത്യന്മാരായിട്ടും ആസുരഭാവത്തോട് കൂടിയിട്ട് രജോ ഗുണം തമോ ഗുണം കൂടുതലായിട്ടുള്ള ഭാവത്തിൽ അവതരിച്ച് അവർക്ക് വീണ്ടും ഭഗവാന്റെ തൃക്കൈ കൊണ്ട് തന്നെ നിഗ്രഹാനുഗ്രഹത്തെ സ്വീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകേണ്ടി വന്നത്. അനവധി കഥകളാണത്. അപ്പോൾ അതിനൊക്കെ കാരണക്കാരനായി ഈ സനകാദികൾ. എന്താ കാരണം? സകല സ്വരൂപം എന്തിന് ഭഗവാൻ സ്വീകരിക്കുന്നു. അപ്പോൾ അത് കാണിച്ചു തരാണ്. അത് നമുക്ക് പഠിപ്പിച്ചത് അതാണ് ചചാര ബ്രഹ്മചര്യം ബ്രഹ്മ. ഇത് കാണിച്ചു തരാൻ അവർക്കേ പറ്റുള്ളൂ. എളുപ്പമല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എളുപ്പമല്ല. ശ്രീ ഗുരുവായൂരപ്പ ശ്രീനാരായണ സൈവ പ്രസന്നദേവ കൗമാരം സർഗമാസിത ചചാര